രാജേട്ടനെ സംബന്ധിച്ച് എമ്പുരാനൊക്കെ ചെറിയ പടമായിരിക്കും. കാരണം ഇനി വരാനുള്ള പ്രൊജക്റ്റൊക്കെ ഭയങ്കര വലുതാണ്. എമ്പുരാന്റെ ടീച്ചറാണ് എന്ത് തോന്നി കാരണം മലയാള സിനിമയുടെ ഛായ തന്നെ മാറ്റി ടീച്ചറൊക്കെ കണ്ടിട്ട് നോ കമൻസ് എന്നുള്ളതാണ് അത്രയും ഗംഭീരം. രാജു പിന്നെ നല്ലൊരു ക്രാഫ്റ്റ്മാനാണ്. അതുകൊണ്ടാണ് ഞാൻ രാജുവിനെ പറയുന്നത് നിങ്ങൾ നമ്മളൊക്കെ ഡയറക്ഷൻ നടത്താമെന്ന് പറഞ്ഞാൽ ചെറിയ സ്കെയിലിൽ ചെറിയൊരു പടം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, അതാ ഭവ്യതയുടെ അൾട്ടിമേറ്റാണ്. രാജേട്ടനെ സംബന്ധിച്ച് എമ്പുരാനൊക്കെ ചെറിയ പടമായിരിക്കും. കാരണം ഇനി വരാനുള്ള പ്രൊജക്റ്റൊക്കെ ഭയങ്കര വലുതാണ്. അതുകൊണ്ടായിരിക്കും രാജു ഒരു പുതിയൊരു തലമുറയുടെ വലിയൊരു ഡയറക്ടർ. എന്തായാലും ഈ വർഷം കൊണ്ടുപോകുന്ന അങ്ങനെ ആവട്ടെ. ചേട്ടനുണ്ടോ എമ്പുരാനിൽ? ഇല്ല. സാറിന് സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ അതോ ഖുറൈശി എബ്രഹാമാണോ ഫേവറേറ്റ് ക്യാരക്ടർ? സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ ഖുറൈശി എബ്രഹാമാണോ ഫേവറേറ്റ് ക്യാരക്ടറിൽ? എനിക്ക് മോഹൻലാലാണ്. നിങ്ങൾ എന്ത് ക്യാരക്ടർ കൊടുത്താലും എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഉണ്ടായിരുന്നു. സാറിന് ലാലേട്ടൻ ഒരു പടം വരുന്നു പ്ലാനിങ്ങിലുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ടാണ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് സാറ് ഒരു പ്രൊജക്റ്റ് ലാലേട്ടൻ വെച്ച് ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് ലൈനിലുണ്ട്. അതിന് വേറെ കുറച്ച് ഘടകങ്ങൾ അതിനകത്ത് ചേരാനുണ്ട്. ചേർന്നാൽ നമ്മൾ ലാലേട്ടനോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടാളൊക്കെ തന്നെയാണ് ഒരു ഓപ്പറേഷൻ കഥയാണ്. പട്ടാളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഓപ്പറേഷൻ ആ ലെവലല്ല. ഇത് വേറൊരു ക്യാരക്ടർ തന്നെയായിരിക്കും. അല്ല, ഇത് വേറൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പേരും അപ്പുറം ഈ വർഷം ഉണ്ടാവും. അപ്പോൾ മതിയല്ലോ. ഓക്കെ.